അതാ ചെറിയ വീതിയിലാണ് അടിക്കുന്നത്. ചെറിയ വീതിയിൽ അടിച്ചാൽ പീക്കോക്ക് ഇതേപോലെ ഉണ്ടാവും, ഇന്റർലോക്ക് ഇതേപോലെ ഉണ്ടാവും. തെല്ലിന് കിനാരിക്ക് അടിച്ചെടുക്കുക. 100 ലിമിറ്റിന്റെ 100 ലിറ്ററൊക്കെ പണിണ്ടോ. അപ്പൊ ഇതാ കൈയിന്റെ അടിഭാഗം കിനാരിക്ക് തെല്ലിന് അടിച്ചു കൊടുക്കുക. അപ്പൊ പീക്കോക്ക് ചെയ്ത പോലെ ഇന്റർലോക്ക് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. ഇന്റർലോക്കിന് പകരം നമ്മൾ ചെറിയ രീതിയിൽ അതിന്റെ പ്ലെയർ അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കണം. നൂലൊക്കെ ഒന്ന് ഒട്ടി കൊടുക്കുക. സെൻറ്ററിൽ നൂലൊന്ന് പൊട്ടിയിരുന്നു. നൂല് പൊട്ടിയതൊക്കെ നൂല് വെട്ടുമ്പോ നൂലിന്റെ തല പുറത്ത് കാണരുത്. കാണാത്ത രീതിയിൽ കുറ്റിയോടൊപ്പം വെട്ടി കൊടുക്കണം. കുറ്റിയോടൊപ്പം നൂലിന്റെ തല വെട്ടി എടുത്തു കൊടുക്കുക. അപ്പൊ ഒരു കൈയിന്റെ പ്ലെയർ താഴ്ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി അതേ രീതിയിൽ തന്നെ കുറഞ്ഞ രീതിയിൽ തെല്ലിന് കിനാരിക്ക് മറ്റേ കൈയിന്റെ അടിഭാഗം അടിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഫ്ലെയർ ഭാഗം അടിച്ചിരിക്കുന്നു. ഈ രണ്ട് കൈയിന് തുമ്പ് കൊടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, മടക്കി അടിച്ച ഭാഗം തുമ്പുള്ള പോകണം. അതിനെ ഉള്ളിലേക്ക് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ സെന്റർ മടക്കിയിടുക. ഇനി മേലഭാഗം നമ്മൾ റിഗാളിന് ഇവിടെ വിട്ടിട്ടിട്ടുണ്ട്. ഇത് കയ്യിൽ ഷോൾഡറിൽ ഫിറ്റായി വരുന്ന ഭാഗമാണ് കൈ. ഇത് താഴോട്ട് ലൂസായി വരുന്ന കൈയായിട്ട് വരുന്ന ഭാഗം. ഇത് ഷോൾഡറിൽ ഫിറ്റായിട്ട് വരും. അപ്പൊ ഷോൾഡറിൽ ഫിറ്റ് ആവേണ്ട ഭാഗം അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിന് പിന്നെ ലൂസ് അളവ് നോക്കേണ്ട കാര്യമില്ല. തെല്ലിന് ചെറിയ കുറച്ച് തുമ്പ് വഴി അരഞ്ച് തുമ്പ് കറക്റ്റാക്കിയിട്ട് റിഗാളിന്റെ അവിടത്തോട്ട് കറക്റ്റാക്കിയിട്ട് ഇതാ ഇപ്പൊ റൗണ്ടിലാണ് നമ്മൾ കൈ ഫിറ്റ് ചെയ്ത് വരുന്നത്. റിഗാളിൽ നമ്മൾ റൗണ്ടിലായിരിക്കും ഫിറ്റിങ് വരിക. ഇതിനുള്ള സ്റ്റിച്ചാണ് ഇപ്പൊ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം റിഗാളിൽ ഫിറ്റ് ചെയ്തിട്ട് വേണം. തുമ്പ് നോക്കണം, ഉള്ളിലേക്ക് തന്നെ തുമ്പ് കൊടുക്കുക. അതിന്റെ തുമ്പും ഉള്ളിലേക്ക് തുമ്പ് കൊടുക്കുന്ന വിധത്തിൽ മടക്കിയെടുക്കുക. റിഗാളിന്റെ മാർക്ക് നോക്കുക. മാർക്കിൽ വിട്ടിട്ടുണ്ടായിരുന്നു. മാർക്ക് ഇടിക്കുന്നതിന് തുമ്പ് വേണ്ട, അരഞ്ച് തുമ്പ് മതി. കുറഞ്ഞ തുമ്പ് മതി. ബാക്കി ഫ്ലെയർ ആയിട്ട് തന്നെ കിടന്നുണ്ട്. കെട്ടിട്ടടിക്കുക. ഇനി 2 സ്റ്റിച്ച് കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകും. ഇപ്പൊ നമ്മള് അംബ്രല്ല കൈ സ്ലീവ് കഴിഞ്ഞിട്ടുണ്ട്. മുറിച്ചു കഴിഞ്ഞാൽ അംബ്രല്ല സ്ലീവായി. ഇതാണ് അംബ്രല്ല സ്ലീവ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇനി നമ്മുടെ ബോഡിയിൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് എത്ര ഫ്ലെയർ മുറിച്ചു കൊടുക്കുക. നല്ല ഫ്ലെയർ ചെറുത് പണിങ്ങനെ തൂങ്ങി കിടക്കും. അംബ്രല്ല കഴിഞ്ഞിട്ട് ഡബിൾ ഫ്ലെയർ ആണോ എന്നുള്ളത്. അംബ്രല്ല സ്ലീവ് ഫിറ്റ് ചെയ്യാണെങ്കിൽ സ്ലീവ് ഫിറ്റിന്റെ വീഡിയോയാണ് കാണിച്ചത്. അംബ്രല്ല സ്ലീവ് അടിക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലായെന്ന് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.